So morning guys. ഹലോ ഗൈസ്, 13th ഫെബ്രുവരി അതായത് കുംഭം 1-ന് ഞങ്ങളുടെ കുടുംബത്തിൻ്റെ കാവായ മൂർത്തിക്കാവിലെ ഉത്സവമായിരുന്നു. ഞങ്ങളുടെ കാവ് എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ സ്വന്തം സ്ഥലത്തല്ല, നമ്മുടെ കോഴിക്കോടുള്ള ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പാലിയേറ്റീവ് മെഡിസിൻ്റെയും ഹാൻസിൻ്റെയൊക്കെ അടുത്തായിട്ടുള്ളൊരു കാടുണ്ട്. ആ കാട് സാന്ത്വനവനം എന്ന് പറയുന്നൊരു ഗവൺമെൻറ് പദ്ധതിനുള്ളിലാണ് അത് പെടുന്നത്. അവിടെ ഞങ്ങൾക്ക് വിളക്ക് വെക്കാൻ മാത്രം അധികാരം ഗവൺമെൻറ് തന്നിട്ടുണ്ട്. ഈ കാണുന്ന തറയുടെ മുകളിൽ ഒരു കൊച്ചു കുടിൽ കെട്ടിയിട്ടാണ് എൻ്റെ അച്ചച്ചൻ്റെയൊക്കെ പിതാമഹന്മാർ താമസിച്ചിരുന്നതെന്നാണ് പറയപ്പെടുന്നത്, കുടിയാന്മാരായിട്ട്. പിന്നെ എൻ്റെ അച്ഛനാണ് ഏറെക്കുറെ കൂടുതലും അവിടെ എല്ലാ വെള്ളിയാഴ്ചയും പോയിട്ട് വിളക്ക് വെക്കാറും കൂടുതൽ കാര്യങ്ങളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ എൻ്റെ വീട്ടിൽ നിന്നാണ് അവിടേക്കുള്ള ഫുഡും പിന്നെന്താണ് എല്ലാ പ്രസാദങ്ങളൊക്കെ ഉണ്ടാക്കുക. പിന്നെ ഇതുപോലെ താലപ്പൊലിക്ക് ഞങ്ങൾ കുറേ പൂക്കളും ചിരാതൊക്കെ ഇങ്ങനെ ഒരുക്കി വെക്കും. എന്നിട്ട് നമ്മുടെ കോവൂര് മഹാവിഷ്ണു ക്ഷേത്രമുണ്ട്, അവിടെ നിന്ന് കലശമായിട്ട് ഇപ്രാവശ്യം വല്യമ്മയാണ് വരുന്നത്. അവിടെ നിന്നൊരു കലശം വാങ്ങിയിട്ട് അവരെ ആനയിച്ചുകൊണ്ട് ഞങ്ങളിങ്ങനെ താലപ്പൊലി എടുത്തിട്ട് ഇങ്ങനെ വരും. പിന്നെ കലശമായിട്ട് ആൾ വന്നു കഴിയുമ്പോൾ അവരെ അനുഗമിച്ചിട്ട് നമ്മൾ ആദ്യത്തെ എൻട്രൻസ് തൊട്ട് നടന്ന് പിന്നെ ഈ മെയിൻ നമ്മുടെ മൂർത്തിയുടെ അതിൽ കൂടെ ഇങ്ങനെ നടന്ന് ചുറ്റി പ്രദക്ഷിണം വെച്ചിട്ട് തിരിച്ച് ഞങ്ങളുടെ ആ തറയിൽ ചെന്നിട്ട് ഈ പറഞ്ഞ എല്ലാ എന്താ പറയുക താലപ്പൊലിയൊക്കെ കൊണ്ടുവെക്കുക എന്നാണ് ഈ കാണുന്നത്. നീ ഇവിടെ നിന്നാ മതി, നീ നല്ല കുട്ടിയല്ലേ, നല്ല കുട്ടിയല്ലേ. നീ അവിടെയൊക്കെ പോയി മണി കൊട്ടും, അതിൻ്റെ ചോട്ടിലൊക്കെ അവിടെ പോയി മണി, എല്ലാ സ്ഥലത്തും പോയി മണി കൊട്ടണം കേട്ടോ, എല്ലാ സ്ഥലത്തും പോയി മണി കൊട്ടണം. തല കാണില്ല ഞാൻ തിരുവനന്തപുരത്ത് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ പെയിങ് ഗസ്റ്റായിട്ട് നിന്ന സ്ഥലത്ത് എൻ്റെ കൂടെ താമസിച്ചിരുന്ന കുട്ടിയാണ് ദേവിക. അവളിപ്പോൾ ഇവിടെ IPM ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ്. അവളെ ഞാൻ കാവിലേക്ക് ഉത്സവത്തിനേക്ക് വിളിച്ചപ്പോൾ അവളുടെ ഫ്രണ്ട്സായ ഐശ്വര്യയും ജിൻസിനെയും കൂട്ടിയിട്ടാണ് കാവിലേക്ക് വന്നത്. സന്ധ്യയ്ക്കുള്ള ഉത്തമ കർമ്മങ്ങൾക്ക് ശേഷം കുറച്ചുകൂടി കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ ഞങ്ങൾ മധ്യമ കർമ്മങ്ങളിലേക്ക് കടക്കാറാണ് പതിവ്. സാധാരണ ഈ ഒരു സമയത്ത് ഞങ്ങൾ കോഴീനെയാണ് വെട്ടാറ്, കോഴിനെ ബലി കൊടുക്കുകയാണ് ചെയ്യാറ്, എന്നിട്ട് കുരുതി ചെയ്യും. പക്ഷേ ഇത്തവണ ചില സാങ്കേതിക തകരാറുകൾ മൂലം കോഴിയെ കിട്ടാത്തതിനാൽ അതിന് പകരം കുമ്പളങ്ങ വെട്ടിയിട്ട് അതിലേക്ക് കുരുതി വെള്ളം ഒഴിച്ചാലും അതിൻ്റെ അതേ ഫലം ലഭിക്കുന്നതാണ് വിശ്വാസം. ഇപ്രാവശ്യം അതാണ് ചെയ്തത്. എൻ്റെ അച്ഛനാണ് അത് ചെയ്യുന്നത്. അതാ എൻ്റെ അമ്മ എല്ലാവർക്കും കൂട്ടൂർ വിളമ്പി കൊടുക്കുകയാണ്. അപ്പോൾ ഇത്രയും നേരം എൻ്റെ വീഡിയോ കണ്ട് ആസ്വദിച്ച എല്ലാവർക്കും ബൈ ബൈ.